അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ, പാഠം 1, ഖൈറുൽ ഉമ്മ. ഇതാണ് പാഠത്തിൻ്റെ പേര്. സമുദായത്തിലെ ഉത്തമർ. നമുക്ക് നോക്കാം ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും അതിനുശേഷം തദ്രീബാത്തിലുള്ള ഭാഗവും കൂടി നമുക്ക് നോക്കാം. ഖൈറുൽ ഉമ്മ. 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഓരോ പ്രവാചകനും നിശ്ചിത സമുദായവും ഉണ്ടായിരുന്നു. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. അള്ളാഹു തആല പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. ഈ ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഉത്തമ സമുദായം എന്നുള്ളത് മുഹമ്മദ് നബിയുടെ സമുദായമാണ്. എന്നാൽ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തഅ്മുറൂന ബിൽ മഅറൂഫി, സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകരി, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുന്നു. വതുഅ്മിനൂന ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ 3 ഗുണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നാം ഉത്തമ സമുദായത്തിൽ പെട്ടവരാവുകയുള്ളൂ. ഉത്തമ സമുദായത്തിൻ്റെ ചില പ്രത്യേകതകൾ: സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മം തടയും. സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം തടയും. 2, വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല. വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല. പരലോകത്ത് ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും. അടുത്തത്, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും. അടുത്തത്, 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അടുത്ത ഭാഗം, വുളൂ കാരണം മഹ്ശറിൽ കൈകാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരാകും. ഇതാണ് ഉത്തമ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ. സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം തടയും, വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല. പരലോകത്താണെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളാണ്: ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും, 70,000 പേര് ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. വുളൂ കാരണം മഹ്ശറിൽ കൈകാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരാകും. സ്വർഗനിവാസികളിൽ 2/3 ഭാഗം ഈ ഉമ്മത്തായിരിക്കും. അതിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി പാഠഭാഗത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ എത്ര? ഉത്തരം, 1,24,000 പ്രവാചകന്മാരാണ്. 1,24,000 പ്രവാചകന്മാരാണ്. ചോദ്യം 2, മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാകുന്നു? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം 3, ഉത്തമ സമുദായം ആരാകുന്നു? ഉത്തരം, ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബിയുടെ സമുദായം. ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. ചോദ്യം 4, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഉന്നത സ്ഥാനം ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം, നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതാണ് കാരണം. ചോദ്യം 5,
നാം ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാകാൻ എന്തു ചെയ്യണം? ഉത്തരം: നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ചോദ്യം 6. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്ന് 4 എഴുതുക. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്ന് 4. ഉത്തരം: സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം തടയും, വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല, പരലോകത്ത് ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും, 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും, വുളൂ കാരണം മഹ്ശറിൽ കൈകാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരായിരിക്കും. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂരിപ്പിച്ച് സാരം എഴുതുക. അഥവാ ഇവിടെയുള്ള ആയത്ത് പൂരിപ്പിച്ച് അതിൻ്റെ അർത്ഥം എഴുതണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 2ാമത്തെ പാഠം അദ്ദർസു സാനി, പാഠം 2, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇതാണ് പാഠത്തിൻ്റെ പേര്. സ്വാലിഹുകളെയും സൽപ്രവർത്തനങ്ങളെയും നാം ഇഷ്ടപ്പെടുകയും പിശാചിനെയും പൈശാചിക പ്രവർത്തനങ്ങളെയും നാം വെറുക്കുകയും ചെയ്യണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നതും അവൻ വെറുക്കുന്നതിനെ നാം വെറുക്കുന്നതും അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണല്ലോ. മുഅ്മിനുകളായ നാം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കേണ്ടവരാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. സത്യവിശ്വാസികൾ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യമുള്ളവനാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യം ഉള്ളവനാണ്. അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. 1. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ചിന്തിക്കുക, അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 2. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. ഇനി നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിൻ്റെ ചില അടയാളങ്ങൾ. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ ചില അടയാളങ്ങൾ. 1. അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹമുണ്ടാവുക. അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹമുണ്ടാവുക. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. 3. അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടമുണ്ടാവുക. അള്ളാഹുവിൻ്റെ സ്വാലിഹായ അടിമകളോട് ഇഷ്ടം ഉണ്ടാവുക. അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക. അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിന് ഭയപ്പെടുക. അടുത്തത് നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുക. നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവപ്പെടുക. അടുത്തത് നബി തങ്ങളെ പിന്തുടരുക. നബി തങ്ങളെ
പിന്തുടരുക. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക വജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദ്. അല്ലാഹുവേ, നിന്നോടും നിന്നെ ഇഷ്ടം വച്ചവരോടും നിൻ്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നതിനോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തേക്കാൾ എനിക്ക് ഇഷ്ടമായതാക്കുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. ഈ ദുആ നാം പതിവാക്കണം. അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം കൂടി നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ നാം ഇഷ്ടപ്പെടുകയും വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്നു. കാരണം എന്ത്? ഉത്തരം, അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം. അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം. ചോദ്യം രണ്ടാം ഭാഗം 2 വീതം എഴുതുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങളിൽ 2 എഴുതുക. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങളിൽ 2 എഴുതുക. ഉത്തരം, അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള 2 കാര്യം, അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അവൻ ദയാലുവും കരുണയുള്ളവനുമാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യം ഉള്ളവനാണ്. അള്ളാഹു ഏറ്റവും സൗന്ദര്യം ഉള്ളവനാണ്. ചോദ്യം 2. അള്ളാഹുവിനോട് ഇഷ്ടം വളരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹുവിനോട് ഇഷ്ടം വളരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ 2 എഴുതാം. ഉത്തരം, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ചിന്തിക്കുക, അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 2, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. ചോദ്യം 3. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ. അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ. ഉത്തരം, അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹം ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹം ഉണ്ടാവുക. 2, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. 3, അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടമുണ്ടാവുക. അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടം ഉണ്ടാവുക. അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക. അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടുക. നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവപ്പെടുക. നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതിൽ ആനന്ദം അനുഭവപ്പെടുക. അടുത്തത്, നബി തങ്ങളെ പിന്തുടരുക. നബി തങ്ങളെ പിന്തുടരുക. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂരിപ്പിച്ച് ആശയം എഴുതുക എന്നുള്ളതാണ്. പൂരിപ്പിച്ച് ആശയം എഴുതുക എന്നുള്ളതാണ് 3ാമത്തെ ഭാഗം. ഒരു ആയത്ത് നമുക്ക് നോക്കാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്.
ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. നബിയെ, തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ചോദ്യം 2. അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക ഡാഷ് മിനൽ ബാഇൽ ബാരിദ്. അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക, അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക വജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദ്. അതിൻ്റെ അർത്ഥവും കൂടി നമുക്ക് നോക്കാം. അല്ലാഹുവേ, നിന്നോടും നിന്നെ വെച്ചവരോടും നിൻ്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നതിനോടുമുള്ള ഇഷ്ടം എനിക്ക് നീ നൽകുകയും നിന്നോടുള്ള ഇഷ്ടം തണുത്ത വെള്ളത്തേക്കാൾ എനിക്ക് ഇഷ്ടമായതുമാക്കുകയും ചെയ്യണമേ. ഇതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുറൂസുൽ ഇഹ്സാൻ 6ാം ക്ലാസ്സിലെ 3ാം പാഠം. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 3ാമത്തെ പാഠം, അദ്ദർസു സാലിസു, പാഠം 3. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പറയുന്ന ഒരു പാഠമാണ്. നമുക്ക് നോക്കാം അസ്മാഉൽ ഹുസ്ന എന്താണ്, അസ്മാഉൽ ഹുസ്നയുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എത്ര പരിശുദ്ധമാണ്. പിറന്നു വീണ ഉടനെ നാം ആദ്യം കേൾക്കേണ്ടതും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം ഉച്ചരിക്കേണ്ടതും അള്ളാഹു എന്ന നാമമാണ്. നമ്മുടെ നാവിലും ഖൽബിലും എപ്പോഴും അത് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് സുന്ദരമായ 99 നാമങ്ങൾ ഉണ്ട്. അവ നാം മനപാഠമാക്കുകയും എന്നും ചൊല്ലി ദുആ ചെയ്യുകയും വേണം. അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്. അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവിന് സുന്ദരമായ പേരുകൾ ഉണ്ട്. അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യൂ. അള്ളാഹുവിൻ്റെ അസ്മാവ് കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ: 1. മനപാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ഏതൊക്കെയാണ് എന്ന് നോക്കാം. അൽ അസ്മാഉൽ ഹുസ്ന: അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം, അൽ മലികു, അൽ ഖുദ്ദൂസു, അസ്സലാമു, അൽ മുഅ്മിനു, അൽ മുഹൈമിനു, അൽ അസീസു, അൽ ജബ്ബാറു, അൽ മുതകബ്ബിറു, അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിറു, അൽ ഗഫാറു, അൽ ഖഹാറു, അൽ വഹാബു, അർ റസാഖു, അൽ ഫത്താഹു. ഇങ്ങനെ തുടങ്ങുന്ന 99 നാമങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. ഈ 99 പേരുകൾ നാം കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഈ 99 നാമങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ നാമങ്ങളെക്കുറിച്ച് പറയുന്ന രൂപം നോക്കാം.
ഈ നാമങ്ങൾ പഠിക്കുകയും പതിവായി ഉരുവിടുകയും ചെയ്ത അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടി സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതകളാണ്. അത് ഉരുവിട്ടാൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. അത് ഉരുവിട്ട ശേഷം ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ ഈ അസ്മാഉൽ ഹുസ്നയ്ക്കുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിലെ ചില തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. ചോദ്യം 1, ഉത്തരം എഴുതുക. അതിലൊന്നാമത്തെ ചോദ്യം, പിറന്നു വീണ കുഞ്ഞ് ആദ്യം കേൾക്കേണ്ട നാമം ഏത്? ഉത്തരം അല്ലാഹ്. ചോദ്യം 2, അള്ളാഹുവിൻ്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ 2 എണ്ണം എഴുതുക. അള്ളാഹുവിൻ്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ 2 എണ്ണം എഴുതുക. ഉത്തരം 1, മനപാഠമാക്കിയാൽ സ്വർഗം ലഭിക്കും. പ്ലസ് 2 എണ്ണം. രണ്ടാമത്തേത്, ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം, അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ നിന്ന് 10 എണ്ണം എഴുതുക. അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ നിന്ന് 10 എണ്ണം എഴുതുക. നമ്മൾ നേരത്തെ അസ്മാഉൽ ഹുസ്നയുടെ രൂപം പറഞ്ഞിരുന്നു. വല്ലാഹു അർ-റഹ്മാനു അർ-റഹീമു അൽ-മലിക്കു അൽ-ഖുദ്ദൂസു അസ്സലാമു അൽ-മുഅ്മിനു അൽ-മുഹൈമിനു അൽ-അസീസു അൽ-ജബ്ബാറു അൽ-മുതക്ബിറു അൽ-ഖാലിഖു അൽ-ബാരിഉ അൽ-മുസവ്വിറു. ഈ അസ്മാഉൽ ഹുസ്നയിലുള്ള വളരെ പ്രധാനപ്പെട്ട പേരുകൾ, അതൊക്കെ നാം കാണാതെ പഠിക്കുകയും വേണം. അസ്മാഉൽ ഹുസ്ന നമ്മൾ ഉരുവിട്ടാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ ദുആ ഉത്തരം നൽകാനുമൊക്കെ കാരണമായി മാറും. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിലേക്ക് ഉന്നത വിജയം നേടാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 4ാമത്തെ പാഠം, അദ്ദർസുർ റാബിഉ, പാഠം 4, അൽ മുഅ്ജിസത്തു, മുഅ്ജിസത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാഠം. നമുക്ക് പാഠത്തിലെ ഭാഗങ്ങളും അതിൻ്റെ ശേഷം തദ്രീബാത്തിലുള്ള ഭാഗങ്ങളും കൂടി നോക്കാം. കഠിനമായ ചൂടുള്ള ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയയിൽ ആയിരുന്നു. 1400 സ്വഹാബികൾ കൂടെയുണ്ട്. കുടിക്കാൻ പോലും വെള്ളമില്ല. ദാഹിച്ചു വലഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കുടിക്കാനും വുളൂ ചെയ്യാനും വെള്ളമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ആ വെള്ളത്തിൽ വെച്ചു. അത്ഭുതം! അവിടുത്തെ കൈ വിരലുകൾക്കിടയിൽ നിന്നും ഉറവയായി വെള്ളം വരാൻ തുടങ്ങി. എല്ലാ സ്വഹാബികളും വുളൂ ചെയ്യുകയും കുടിക്കുകയും ചെയ്തു. ഞങ്ങൾ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നാൽ പോലും ആ വെള്ളം മതിയാകുമായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ വിരലുകൾക്കിടയിൽ നിന്ന് വന്ന ഈ അത്ഭുത ജലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതുപോലെയുള്ള അത്ഭുതകരമായ അസാധാരണ കാര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്രകൾ, ചന്ദ്രൻ പിളർന്ന സംഭവം, മരങ്ങൾ, കല്ലുകൾ മുതലായവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചത് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. അംബിയ മുർസലുകളിൽ നിന്നുണ്ടാകുന്ന
അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. അവർ അള്ളാഹുവിൻ്റെ നബിമാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു അവർക്ക് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുള്ളത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയതും എന്നും നിലനിൽക്കുന്നതുമായ ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ പല സ്വഹാബികളും വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വഴി ഇസ്ലാം സ്വീകരിച്ചവരാണ്. മണ്ണിൽ നിന്ന് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിച്ചതും മാറാവ്യാധികൾ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ജീവിപ്പിച്ചതും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. ഇതുപോലെ പല പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകളെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്വാലിഹ് അലൈഹിസ്സലാം പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നു. ആദിഹി നഖത്തുല്ലാഹി ലക്കും ആയ. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ നിലത്ത് ഇട്ടാൽ പാമ്പാവുന്ന വടി. ഫഅൽഖ അസ്വാഹു ഫഇദാ ഹിയ സുഅ്ബാനുൻ മുബീൻ. ഇങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തും സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തുമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പ്രതിപാദിച്ചത്. എന്നാൽ ഇതല്ലാത്ത ഒരുപാട് പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പ്രതിപാദിച്ച് തന്ന വിഷയങ്ങളാണ്. നമുക്ക് ഇനി തദ്രീബാത്ത് കൂടി നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ചോദ്യം 1. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഉത്തരം: അംബിയ മുർസലുകളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. അംബിയ മുർസലുകളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. ചോദ്യം 2. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ഉത്തരം: ഖുർആൻ. ചോദ്യം 3. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് ഏതാണ്? ഉത്തരം: നിലത്ത് ഇട്ടാൽ പാമ്പാവുന്ന വടി. അത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്താണ്. നിലത്ത് ഇട്ടാൽ പാമ്പാവുന്ന വടി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിച്ച് അർത്ഥം എഴുതുക. 1. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൃഷ്ടാന്തമായ ഒട്ടകം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൃഷ്ടാന്തമായ ഒട്ടകം. 2. ഫഅൽഖ അസ്വാഹു ഫഇദാ ഹിയ സുഅ്ബാനുൻ മുബീൻ. ഫഅൽഖ അസ്വാഹു ഫഇദാ ഹിയ സുഅ്ബാനുൻ മുബീൻ. അതിൻ്റെ അർത്ഥം അദ്ദേഹം വടിയിട്ടപ്പോൾ അത് ഒരു വ്യക്തമായ ഒരു പാമ്പായി മാറി. അത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉസ്താദിനോട് അന്വേഷിക്കാം എന്നതാണ്. ചോദ്യം 1. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തുകളെ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തുകളെ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ആ ആയത്ത് നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. ഇതിൻ്റെ ആശയം നമ്മൾ നേരത്തെ പാഠഭാഗത്തിൽ നിന്ന് പറഞ്ഞ വിഷയവും കൂടിയാണ്. അതായത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്താകുന്ന മണ്ണിൽ നിന്ന് ജീവനുള്ള പക്ഷികളെ സൃഷ്ടിക്കുക, മാറാവ്യാധികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക, അതേപോലെ തന്നെ ജന്മന അന്ധരായവരെ സുഖപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് മുഅ്ജിസത്തുകളെക്കുറിച്ച് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്.
അതുപോലെ മറ്റുള്ളവർ മറച്ചുവെച്ച കാര്യങ്ങൾ തുറന്നു പറയുക. ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഈ ആയത്താണ് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്ന മുഅ്ജിസത്തുകളെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്ത്. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 5ാമത്തെ പാഠം, അദ്ദർസുൽ ഖാമിസ്, പാഠം 5. അന ആതീക ബിഹ്, ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ നോക്കാം. സുലൈമാൻ നബി അലൈഹിസ്സലാം യമനിലെ സബഅ ഭരിച്ചിരുന്ന ബിൽഖീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുത്തയച്ചു. ക്ഷണം സ്വീകരിച്ച രാജ്ഞിയും പരിവാരങ്ങളും സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ഭരണ ആസ്ഥാനമായ ജെറുസലമിലേക്ക് പുറപ്പെട്ടു. വിവരം ലഭിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളും മനുഷ്യരും അടങ്ങിയ തൻ്റെ രാജ്യസദസ്സിൽ ചോദിച്ചു. രാജ്ഞിയും പരിവാരങ്ങളും എത്തുന്നതിന് മുമ്പ് അവരുടെ കൊട്ടാരത്തിലെ സിംഹാസനം എൻ്റെ മുമ്പിൽ എത്തിക്കാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക? ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് ഈ സദസ്സ് വിട്ട് പിരിയുന്നതിന് മുമ്പ് ഞാനത് ഇവിടെ എത്തിക്കാം. അപ്പോൾ കിതാബിയായ അറിവുള്ള ഒരു മഹാൻ പറഞ്ഞു, അഥവാ ഒരു പണ്ഡിതൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തറഫുക്. അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനത് ഇവിടെ എത്തിക്കാം. അപ്രകാരം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. കാറ്റിനെ വാഹനമാക്കി യാത്ര ചെയ്യുക ഉൾപ്പെടെ നിരവധി മുഅ്ജിസത്തുകൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളിലും കറാമത്തുകൾ നൽകപ്പെട്ട ഔലിയാ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തും കൂടിയാണ്. അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള പണ്ഡിതന്മാരുടെ ഒരു കറാമത്തും കൂടിയായി ഈ സംഭവത്തെ നമുക്ക് വിലയിരുത്താം. അള്ളാഹുവിനെയും അവൻ്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. അള്ളാഹുവിനെയും അവൻ്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങളാണ് കറാമത്ത്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങളാണ് കറാമത്ത്. അള്ളാഹുവിൻ്റെ അടിമ ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ അധികരിപ്പിച്ച് അവനോട് അടുക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുകയും അവൻ്റെ അവയവങ്ങളിലൂടെ ഇലാഹിയായ അത്ഭുതങ്ങൾ ദൃശ്യമാവുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അടിമ ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ അധികരിപ്പിച്ച്
അവനോട് അടുക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുകയും അവൻ്റെ അവയവങ്ങളിലൂടെ ഇലാഹിയായ അത്ഭുതങ്ങൾ ദൃശ്യമാവുകയും ചെയ്യും. ഒരു നബിയുടെ അനുയായികളിൽപ്പെട്ട ഔലിയായിൽ നിന്ന് പ്രകടമാകുന്ന കറാമത്തുകൾ ആ നബി സത്യവാൻ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന മുഅ്ജിസത്ത് തന്നെയാണ്. അംബിയാഇൻ്റെ മുഅ്ജിസത്ത് പോലെ തന്നെ ഔലിയാഇൻ്റെ കറാമത്തുകളും വഫാത്തിന് ശേഷവും പ്രകടമാകുന്നതാണ്. അംബിയാഇൻ്റെ മുഅ്ജിസത്ത് പോലെ തന്നെ ഔലിയാഇൻ്റെ കറാമത്തുകളും വഫാത്തിന് ശേഷവും പ്രകടമാകുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഹുജറത്തു ഷരീഫയുടെ ചാരത്ത് കൊണ്ടുവന്ന ശേഷം സ്വഹാബത്ത് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കരിൻ ബിൽ ബാബ്. അള്ളാഹുവിൻ്റെ റസൂലെ, കവാടത്തിങ്കൽ ഉള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് സ്വഹാബികൾ പറഞ്ഞു. അപ്പോൾ ഹുജറത്തു ഷരീഫയുടെ വാതിൽ തുറക്കപ്പെട്ടതും ഖബറു ഷരീഫിൽ നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് മറുപടി ഉണ്ടായതും ഇതിന് ഉദാഹരണമാണ്. എല്ലാ അത്ഭുതങ്ങളും കറാമത്തല്ല, എല്ലാ അത്ഭുതങ്ങളും കറാമത്തല്ല. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം വലിയുമല്ല, അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം വലിയും അല്ല. സിഹറിലൂടെയും മറ്റും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ പലർക്കും സാധിക്കും. സിഹറിലൂടെയും മറ്റും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ പലർക്കും സാധിക്കും. ഇസ്ലാമിൻ്റെ വിലക്കുകൾ അംഗീകരിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന വ്യാജന്മാരുടെ ശർറിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇതാണ് പാഠഭാഗത്തിൽ നമ്മൾ കേട്ടത്. മുഅ്ജിസത്തും അതേപോലെ കറാമത്തും, കറാമത്ത് എന്നുള്ള രൂപവും അതിൻ്റെ ചില ഉദാഹരണങ്ങളും കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ചോദ്യം 1, ആരാണ് ഔലിയാ? ആരാണ് ഔലിയാ? ഉത്തരം, അള്ളാഹുവിനെയും അവൻ്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. ഔലിയാ എന്നാൽ ആരാണ്? ഉത്തരം, അള്ളാഹുവിനെയും അവൻ്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. ചോദ്യം 2, കറാമത്ത് എന്നാൽ എന്ത്? കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങളാണ് കറാമത്ത്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ കാര്യങ്ങളാണ് കറാമത്ത്. ചോദ്യം 3, വഫാത്തിന് ശേഷം ഉണ്ടായ കറാമത്തിന് ഉദാഹരണം. വഫാത്തിന് ശേഷം ഉണ്ടായ കറാമത്തിന് ഒരു ഉദാഹരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ഹുജറത്തു ഷരീഫയുടെ ചാരത്ത് കൊണ്ടുവന്ന ശേഷം സഹാബത്ത് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കരിൻ ബിൽ ബാബ്. അള്ളാഹുവിൻ്റെ റസൂലെ, കവാടത്തിങ്കൽ ഉള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് സഹാബികൾ പറഞ്ഞു. അപ്പോൾ ഹുജറത്തു ഷരീഫയുടെ വാതിൽ തുറക്കപ്പെട്ടതും ഖബർ ഷരീഫിൽ നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് മറുപടി ഉണ്ടായതും ഇതിനുദാഹരണമാണ്.
അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ഉണ്ടായ ഒരു കറാമത്തായി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, പൂരിപ്പിച്ച ആശയം എഴുതുക. 1. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ. ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ. ഹബീബ് എന്ന് പറഞ്ഞെങ്കിൽ സുഹൃത്ത്. അപ്പോൾ സുഹൃത്തിനെ സുഹൃത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. ചോദ്യം 2. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്. അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം. അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനത് ഇവിടെ എത്തിക്കാം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, ഉസ്താദിനോട് അന്വേഷിക്കുക. ചോദ്യം 1. ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്ന ആളുടെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് ആസഫ് ബിനു ബർഖിയ എന്നതാണ്. ആസഫ് ബിനു ബർഖിയ. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്ന ആ പണ്ഡിതനാണ് ആസഫ് ബിനു ബർഖിയ. ചോദ്യം 2. ഷംസുൽ ഉലമ റഹിമഹുല്ലയുടെ ഒരു കറാമത്ത്. ഷംസുൽ ഉലമ റഹിമഹുല്ലയുടെ ഒരു കറാമത്ത്. സമസ്തയുടെ നീണ്ട 40 വർഷം ജനറൽ സെക്രട്ടറിയായ ഒരു വലിയ മഹാനാണ് ഷംസുൽ ഉലമ. അദ്ദേഹത്തിനെ അറിയാത്ത ആരും ഉണ്ടാവുകയില്ല. അത്രയും വലിയ പാണ്ഡിത്യവും അത്രയും വലിയ പ്രവർത്തനങ്ങളും ദഅവത്തിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് എത്തിച്ച ഒരു പണ്ഡിതനാണ് ഷംസുൽ ഉലമ റഹിമഹുല്ല. 1996 അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഉണ്ടായത്. 40 വർഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം സേവനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു കറാമത്ത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ദിവസം അദ്ദേഹം ഒരു യാത്ര പോകുമ്പോൾ യാത്രയിലൂടെ വാഹനത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് സംഭവിച്ചു. അഥവാ വാഹനത്തിൻ്റെ ഡീസൽ തീർന്നതായിരുന്നു കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം ഡ്രൈവറിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളം കാറിൻ്റെ ഡീസലിന് പകരം ഉപയോഗിക്കുക. ഡ്രൈവർ അതുപോലെ ചെയ്തപ്പോൾ ഡീസലില്ലാതിരുന്ന ആ വാഹനം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് യാത്ര പോയി എന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കറാമത്തായി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കേട്ട ഒരു കറാമത്താണ്. അതുമാത്രമല്ല, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ കഴിവും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കറാമത്തുകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ക്ലാസ് ഉസ്താദിനോട് ചോദിച്ചാൽ ഒരുപാട് കറാമത്തുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മനസ്സിലാക്കാനുമുള്ള കാര്യങ്ങളാക്കി നമുക്കതിനെ എടുക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.